ഒരിക്കലൊരാൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ശക്തമായ കാറ്റിലും കോളിലും അകപ്പെട്ട് ആ കപ്പൽ തകർന്നു. ആ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ആ അപകടത്തിൽ മരിച്ചു. അയാൾ മാത്രം പണിപ്പെട്ട് നീന്തി കരക്കടഞ്ഞു. അതൊരു മനുഷ്യവാസമില്ലാത്ത ദ്വീപായിരുന്നു. തണുപ്പും വിശപ്പും അയാളെ വല്ലാതെ തളർത്തി. ഈ രാത്രി കഴിച്ചു കൂട്ടണമെങ്കിൽ ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടിയേ മതിയാകൂ എന്നയാൾക്ക് മനസ്സിലായി. ചുറ്റിലുമുള്ള വസ്തുക്കളൊക്കെ പെറുക്കിക്കൂട്ടി അയാളൊരു ചെറു കൂടാരമുണ്ടാക്കി. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. ചുറ്റിലും ഇരുട്ട് പരന്നു. അപ്പോഴാണ് അയാൾ കണ്ടത്, കടൽപ്പരപ്പിലൂടെ ഒരു കപ്പൽ നീങ്ങുന്നു. ഏതു വിധേനയും അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ അയാൾ കടൽക്കരയിലേക്ക് ഓടി. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. നിരാശയോടെ അയാൾ കുടിലിലേക്ക് മടങ്ങി. ആ കാഴ്ച കണ്ട് അയാൾ ഞെട്ടി. താൻ പണിപ്പെട്ടുണ്ടാക്കിയ കൂടാരത്തിന് ഏതു വിധേനയോ തീ പടർന്നിരിക്കുന്നു. ഈ കഠിനമായ തണുപ്പിൽ നേരം വെളുക്കും വരെ തൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുമോ എന്ന ആദിയിൽ അയാൾ തളർന്നിരുന്നു. അല്പസമയം കഴിഞ്ഞ് തളർന്നിരിക്കുന്ന അയാളുടെ ചുമലിൽ ഒരു കരസ്പർശം. ഒരു ഞെട്ടലോടെ അയാൾ തിരിഞ്ഞു നോക്കി. അതൊരു കപ്പൽ ജീവനക്കാരനായിരുന്നു. ദ്വീപിൽ തീ കത്തുന്നത് കണ്ട് ഏതോ അപായ സൂചനയാണെന്ന് കരുതി ആ കപ്പൽ ദ്വീപിനടുത്തേക്ക് വന്നതാണ്. അയാളെ അവർ രക്ഷപ്പെടുത്തി. താൻ പണിപ്പെട്ടുണ്ടാക്കിയ കൂടാരത്തിന് തീ പിടിച്ചത് ഒരനുഗ്രഹമായിരുന്നെന്ന് അപ്പോഴാണ് അയാൾക്ക് തിരിച്ചറിഞ്ഞത്. ചില സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ യുക്തി മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അല്ലെങ്കിൽ പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുക.